10 ദിനങ്ങൾ. അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. അള്ളാഹു സത്യം ചെയ്തു പറയുന്നു ഈ ദിനങ്ങളെ എന്നത് ചെറിയ കാര്യമല്ല സുഹൃത്തുക്കൾ. വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ 10 ദിനങ്ങൾ തന്നെയാണ് സത്യം എന്ന് ആരാണ് പറയുന്നത്? അള്ളാഹു. അത്രമാത്രം മഹത്വം അതിന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിനങ്ങളുടെ പുണ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളെക്കാളും അമലുസ് സാലിഹ്, സൽപ്രവർത്തനങ്ങൾ, നാളെ മീസാനിലേക്ക് വേണ്ടിയ പുണ്യപ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം ഈ 10 ദിവസത്തെക്കാളും മറ്റൊരു സമയമില്ല. ഖാലൂ യാ റസൂലല്ലാഹ്, അമലുസ് സാലിഹിന് അന്ന് ഏറ്റവും വലിയ പുണ്യം കിട്ടും, ഏറ്റവും അധികം പ്രതിഫലം നേടുന്ന ദിനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനുമില്ലേ റസൂലേ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസത്തിലെ പുണ്യങ്ങൾ അത്ര പുണ്യം അതിനുമില്ലേ എന്നാണ്. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. ഉണ്ട്. ഏതു ജിഹാദിന് വേണ്ടി പോയി സ്വത്തും ജീവനും നഷ്ടപ്പെട്ട് മടങ്ങിയ ഒരുത്തന് ഒരു പക്ഷേ അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ ദിവസങ്ങളിലെ പ്രവർത്തനത്തിനേക്കാളും ഒരു പക്ഷേ പ്രതിഫലം ഉണ്ടായേക്കാമെന്നാണ്. എത്ര പുണ്യകരമാണ് സുഹൃത്തുക്കളെ ഈ പ്രവർത്തനം. പുണ്യം, നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ആദ്യം വേണ്ടതറിയോ? തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. തെറ്റുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾക്ക് ചെയ്തു പോകുന്ന നന്മകൾ ചെയ്യാന്നല്ലാതെ പുതിയതൊന്നും തുടങ്ങാൻ അവന്റെ മനസ്സ് അനുവദിക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ മത്സരിച്ച് ഓരോന്ന് ചെയ്ത് രാത്രി തഹജ്ജുദ് നീച്ച് ദിക്ർ ചൊല്ലി എല്ലാ ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ മിനിമം നിസ്കാരമായിട്ട് നടക്കണ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവണില്ലത് എന്താണ്? തെറ്റുകളുമായി സഹവസിച്ച് പോകുന്നവർക്ക് ഒരു നന്മയും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പുണ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ ആദ്യം ഓതിയ ആയത്ത് വതുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിക്കുക. തെറ്റ് നിർത്താൻ തീരുമാനിക്കുക. ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന തെറ്റുകളെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുക. അതെത്ര അതീവ രഹസ്യങ്ങളാണെങ്കിലും സുഹൃത്തുക്കളെ കണ്ടുപിടിക്കപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹ് നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തു ചെയ്താലും യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മലക്കുകൾ രേഖപ്പെടുത്തും. അത് കൃത്യമായി നാളെ ഹാജരാക്കപ്പെടുകയും ചെയ്യും. ഒന്ന്, തെറ്റിൽ നിന്ന് വിമുഖത കാണിക്കുമ്പോൾ നന്മകൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും. രണ്ടാമത്തത് ഒരു അസ്മു വേണം, ഒരു തീരുമാനം. എനിക്ക് ചിലതൊക്കെ ചെയ്യണം എന്നൊരു തീരുമാനം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കും. അവിടെ കുറച്ച് പൈസ കൊടുത്താലോ, ഇവിടെ കുറച്ചു നേരം പള്ളിയിൽ നമുക്ക് ഇരുന്നാലോ, ആ ക്ലാസ്സിനൊന്ന് പോയി നോക്കിയാലോ, ഈ ക്ലിപ്പൊന്ന് കേട്ടാലോ, അല്ലെങ്കിൽ 2 ആയത്തൊന്ന് മനഃപ്പാടമാക്കിയാലോ എന്നൊക്കെ മനസ്സ് പറയാൻ തുടങ്ങാൻ സുഹൃത്തുക്കളെ ഒരു തീരുമാനം വേണം. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ, അള്ളാന്റെ ദീന് അത് കുറച്ച് ബുദ്ധിമുട്ടിയും ഇടങ്ങേറായും അധ്വാനിച്ചും കൊണ്ടടക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ലനഹ്ദിയന്നഹും സുബ്ലനാ, അവൻ നമ്മുടെ വഴികളെ കാണിച്ചു കൊടുക്കും. അവന്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരേറ്റ് അള്ളാഹ് വരും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു സുഹൃതം ചെയ്യുന്നതോടൊപ്പം. സുഹൃത്തുക്കളെ, എന്തിനാ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങേറായി ആലോചിച്ച് അധ്വാനിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താണ്? നമ്മളെ കൊണ്ട് കഴിയുടെ മിനിമൊക്കെ ചെയ്ത് അള്ളാഹ് നമ്മളെപ്പണ്ട് എന്ന് ഉറപ്പ് വരുത്തല് ഏറ്റവും. അള്ളാഹ് നമ്മളെപ്പല്ലെങ്കിലോ മുടക്കിയ പൈസ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടിക്കോളുന്നില്ല, അധ്വാനിച്ചതൊന്നും ഉപയോഗിക്കാൻ പറ്റിക്കോളുന്നില്ല, കയ്യിൽ വന്നതൊന്നും അനുഭവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പടച്ചോൻ മുഹ്സിനീങ്ങളെ കൂടെ ഇഹ്സാൻ ചെയ്ത് പടച്ചോനെ പേടിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. സുഹൃത്തുക്കളെ, എല്ലാ പുണ്യങ്ങളും, മഹത്തായ പുണ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന 10 ദിനം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നല്ലേ, അത് അവിടെ ഉണ്ട്. നിസ്കാരം ഏതായാലും ഉണ്ട്. നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറഫ നോമ്പ് ഈ 10 ദിനത്തിന്റെ ഉള്ളിലാണ്. നോമ്പും നമസ്കാരവും അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കരിക്കുക, നിന്റെ റബ്ബിന് വേണ്ടി ബലിയെറുക്കുക എന്ന് പറഞ്ഞ ബലി എന്ന പുണ്യകർമ്മം ഈ 10 ദിനത്തിലേ ഉള്ളൂ. വേറെ വർഷത്തിലൊരു ബലി ഇല്ലല്ലോ സുഹൃത്തുക്കളെ. നമുക്ക് സുന്നത്താക്കപ്പെട്ട മറ്റൊരു ബലികർമ്മമുണ്ടോ? അതുകൊണ്ട് ബലിയും നമസ്കാരവും നോമ്പും ഹജ്ജും അറഫയും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഏറ്റവും പുണ്യകരമായ ഈ 10 ദിവസങ്ങൾക്ക് കഴിഞ്ഞു പോകാത്ത
വരാനിരിക്കുന്ന 10 ദിനങ്ങൾക്ക് ചെറിയൊരു പ്രാധാന്യം മുമ്പുള്ള വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കുണ്ടാവണമെന്ന ഒരു മനസ്സിന് വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇത്രയും പറയുന്നത്. ധാരാളം കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. എന്തായിരുന്നാലും അതിൻ്റെ ഒരു പ്രചോദനം മനസ്സിലേക്ക് നമുക്ക് വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണല്ലോ, സുന്നത്ത അബീക്കും ഇബ്രാഹിമാണ്. ബലി എന്ന് കേൾക്കുമ്പോൾ മൃഗങ്ങളെ വാങ്ങി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി. ആ ബലി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കാതെ ബലികർമ്മം ഇല്ലല്ലോ, നമ്മുടെ മനസ്സിലേക്ക് അത് അറിയാതെ വരും. സുഹൃത്തുക്കളെ ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം അല്ലദീ വഫാ, കടമകൾ നിറവേറ്റിയ ഇബ്രാഹിം എന്നാണ്. അതായത് അള്ളാഹ് എവിടെയൊക്കെ പരീക്ഷിച്ചോ അവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചു എന്നുള്ളതാണ് സുഹൃത്തുക്കൾ. ഒരു പരീക്ഷണത്തിലും പരാജയപ്പെട്ടില്ല. അള്ളാഹ് കൊടുത്ത വഹീ പ്രകാരം വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നേടിയ മകനെ, അത് ഫലമ്മ ബലഗ മഅഉസ്സഇ, ഒപ്പം നടന്നു പോരാൻ പ്രായമായ ആ കളിപ്രായത്തിൽ ആ കുട്ടിയെ മറത്ത് കിടത്തി കഴുത്തിൽ കത്തിവെച്ചു അറുക്കുമെന്ന് ഉറപ്പായി. ആ സമയത്താണ് അള്ളാഹു അതിന് പകരം നൽകിയത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, അതിൽ പൂർത്തിയാക്കി. ഇബ്രാഹിം അല്ലദീ വഫ, അല്ല എന്തു പറഞ്ഞോ അതൊക്കെ എന്തൊക്കെയാണോ കാമ ബി ജമീഇ മബ്തലാഹു. ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ല പരീക്ഷിച്ച ഒരു പരീക്ഷണത്തിലും ഇബ്രാഹിം നബി പരാജയപ്പെട്ടില്ല എന്നാണ്. കുടുംബത്തെ ഇട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ഹിജ്റക്ക്, ആ പോക്കിന് ഒരു പ്രയാസവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായില്ല. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എന്ത് പരീക്ഷണത്തെയാണ് അതിജീവിച്ചത്? എന്തു പരീക്ഷണത്തെയാണ് നമ്മളൊക്കെ അതിജീവിച്ചത്? അള്ളാഹു സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചില്ലേ പല സന്ദർഭങ്ങളിൽ? സുഹൃത്തുക്കളെ, നമ്മുടെ തെക്കുവയെ പരീക്ഷിച്ചില്ലേ? തിന്മക്ക് നല്ല അവസരം മുന്നിൽ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുമോ ചെയ്യില്ലയോ എന്ന് അള്ളാഹു നോക്കിയില്ലേ? നല്ല പണം കിട്ടാനുള്ള നല്ല വകുപ്പ് വന്നു, അതിൽ ചെറിയൊരു ഹറാം ഉണ്ട് എന്നും കൂടെ നമ്മുടെ പാർട്ട്ണർ പറഞ്ഞു, എന്നാ വേണ്ട എന്ന് പറയുന്ന ഒരു വിജയം നമുക്ക് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കൂട്ടുകാരോടൊപ്പം പല സന്തോഷങ്ങൾക്കും വേണ്ടി പോയപ്പോൾ അരുതാത്തത് പലതും വന്നപ്പോൾ വേണ്ടെന്ന് പറയാനായോ? എല്ലാ പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ടവരാണോ സുഹൃത്തുക്കളെ നമ്മൾ? പാതിരാവിന്റെ ഉറക്കത്തിൽ ആ ഉറക്കം സന്തോഷകരമായി അള്ളാഹു തന്നപ്പോൾ അള്ളാഹ്ക്കും വേണ്ടി ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കട്ടെ എന്നൊരു പരീക്ഷണത്തിന് ഈ ആയുസ്സിലിടയ്ക്ക് ഏതെങ്കിലും ഒരു രാത്രിയിൽ സൗകര്യപ്പെട്ടോ എന്നൊക്കെ നാം നമ്മളോട് ചോദിക്കണം. എന്നിട്ട് എന്താ അറിയോ, എല്ലാ ഏടുകളിലും പഠിപ്പിച്ച ഒരാശയാണ് പിന്നെ പറഞ്ഞ ആയത്ത്, ഇബ്രാഹിം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. ഏറ്റെടുക്കില്ല സുഹൃത്തുക്കളെ. ആർക്ക് വേണ്ടി? കുട്ടികളി മക്കളെ പോറ്റാനും ഓൾക്ക് MBBS കിട്ടാനും ഒക്കെ നമ്മൾ വാങ്ങിയ പലിശന്റെ പാപഭാരം ആരും ഏൽക്കൂല. മക്കളെ ഏൽക്കോ? നിനക്ക് വേണ്ടിയല്ലേ ഞാനത് വാങ്ങിയത്, എന്നാ നീ ഏൽക്കോ? പാപ്പാക്ക് വേണ്ടി ഞാൻ ഏൽക്കാം, പാപ്പ എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഏൽക്കൂല. ഒരാളെ പാപഭാരവും മറ്റൊരാൾ ചുമക്കില്ല. നിന്റെ പരലോകത്ത് എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തതു മാത്രമേ നിനക്ക് കിട്ടൂ. നീ നിനക്ക് വേണ്ടി ചെയ്തതേ നിനക്ക് കിട്ടൂന്നാണ്. നാം ചെയ്ത പരിശ്രമങ്ങൾ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് ആ പ്രവർത്തനത്തിന്റെ കണക്ക് നോക്കി, ഇഖ്ലാസ് നോക്കി, അതിന്റെ പൂർണ്ണത നോക്കി അതിന്റെ പ്രതിഫലം അല്ലാഹു തീരുമാനിക്കുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നഷ്ടപ്പെടുത്തി കളയണ്ട. ദിക്ർ പറ്റും. ഈ 10 ദിനങ്ങളിൽ ദിക്ർ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ദിവസങ്ങളിൽ മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമൽ ഫീഹിന്ന മിൻ ആദിഹിൽ അയ്യാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കോ ഈ ദിനങ്ങളിൽ. അതിന് പ്രത്യേകമായ പ്രതിഫലം നമുക്ക് ലഭിക്കും സുഹൃത്തുക്കളെ. നോമ്പ് ആ 10 ദിവസം നോമ്പിന് പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചു. 9 മാത്രമേ നോമ്പിന് പ്രത്യേക. അറഫ എന്നാണോ നമുക്ക് 9 വരുന്നത്, ദുൽഹജ്ജ് 9, അന്നൊരു നോമ്പുണ്ട്. ആ നോമ്പ് അഹ്സിബു അലല്ലാഹി അൻ യുകഫിറ സനത്തില്ലത്തി ഖബ്ലഹു വസനത്തില്ലത്തി ബഅദഹു. ഒരു കൊല്ലം മുമ്പത്തെ പാപവും ഒരു കൊല്ലം പിന്നീടുള്ള പാപവും അള്ളാഹു പുറത്തു തരുന്ന ഒരു ദിവസത്തെ നോമ്പ്. 3 നേരത്തെ ഭക്ഷണം ഇഖ്ലാസോടെ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 2 വർഷത്തെ നമ്മുടെ ചെറുദോഷങ്ങളെ അള്ളാഹു പുറത്ത് നമുക്ക് തരും. സുഹൃത്തുക്കളെ, ഈ പുണ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഏറ്റവും നല്ലൊരു സമയം അറഫാ ദിനം ഉണ്ടല്ലോ. അറഫാ ദിനം എല്ലാ ഹാജിമാരും ഒരുമിച്ച് കൂടുന്ന അറഫാ ദിനം സുഹൃത്തുക്കളെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്.
അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല പ്രാർത്ഥിക്കാൻ പറ്റുക, അറഫാ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഏറ്റവും അധികം ദുആ കബൂൽ ചെയ്യപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ആ ദിനത്തിൽ, അത് ഹാജിമാർക്ക് മാത്രമെന്ന് പറയാത്തത് കൊണ്ട് അറഫാ ദിനത്തിന്റെ അന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അന്ന് നോമ്പ് നോൽക്കാൻ നമ്മളോട് കൽപ്പിച്ചില്ലേ? പ്രാർത്ഥനകൾക്ക് ഏറ്റവും അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫാ ദിനത്തിന്റെ പ്രാർത്ഥനയാണ്. ഞാനും മറ്റു പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന വചനമാണ്. ആ വചനം അന്ന് ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റാണ്. ജീവിതത്തിൽ എല്ലാ ദിക്റുകൾക്കും ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ 10 ദിനങ്ങൾ ഒരു നിയ്യത്തോടുകൂടെ മാസപ്പിറവിയൊക്കെ നോക്കി ആ ദിവസമൊക്കെ ഉറപ്പിച്ച് അന്ന് മുതൽ ആ ദിവസം കടന്നു വരുമ്പോൾ എല്ലാ ദിവസങ്ങളെ പോലെ അല്ല എന്നൊരു വിചാരത്തോടു കൂടെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഏറ്റവും നല്ലൊരു അവസരമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ച ഉമ്മഹാത്തുൽ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും പുണ്യകരമായ ഒരു സന്ദർഭമാണിത്. ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുവാനും ആ ദിവസത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ ആത്മാർത്ഥമായി നല്ല നീയത്തോടുകൂടെ പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവും.